കാനഡയിൽ ഒരു ആനയെ കിട്ടി, നമുക്കൊരു ആനയെ കിട്ടി. ആന വാങ്ങിച്ചു എന്ന് നിങ്ങൾ ചോദ്യം വരും. ഒരു 1.25 കോടി രൂപ അടുത്ത് വിലയുണ്ട് നാട്ടിലെ വെച്ച് നോക്കാം. ഹലോ ചെങ്ങായിസ്. അപ്പോ ഇപ്പൊ എങ്ങോട്ടാണ് യാത്ര എന്നാണ് നിങ്ങളുടെ സംശയം. എല്ലാ ദിവസവും ഇതുപോലെ ഒരു സൈഡിൽ ക്യാമറ വെച്ച് വണ്ടി കത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എങ്ങോട്ടാ യാത്രയെന്ന്. പക്ഷെങ്കിൽ ഇതൊരു യാത്രയെ കുറിച്ച് പറയുവാനല്ല. ഇതിപ്പോ നമ്മൾ പറയാൻ പോകുന്ന വിഷയം നമ്മളൊരു ആനയെ കിട്ടി. നമുക്കൊരു ആനയെ കിട്ടി. ആ ആനയാണോ എന്നറിയില്ല. ആനയെ പരിചയപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത്. അപ്പോ സംഭവം ഞാൻ കാണിച്ചു തരാം. അല്ല, അതിനു മുന്നേ ഇത് കിട്ടിയ ഒരു കഥയുണ്ട്. അത് നമുക്ക് പിന്നെ പറയാം. ആനയെ കിട്ടിയ കഥ, ലോട്ടറി പിന്നെ പറയാം. ഓക്കെ. ഈ സംഭവം ആരാന്ന് കാണിച്ചു തരാം. ദിവനാണ് ധാന അല്ല ആന, ഇവനാണവൻ. അപ്പോ ഇതാണ് സൈബർ ട്രക്ക്. അതായത് നമ്മുടെ സ്വന്തം ഇലോൺ മസ്കിന്റെ സൈബർ ട്രക്കാണിത്. ഇവൻ ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. ഇവനൊരു സംഭവമാണ്. 5000 ടൺ വരെ വലിച്ചോണ്ട് പോകാനുള്ള ശേഷിയുള്ള ഒരു ഉത്തമനാണ് ഇവൻ. ഓക്കെ, ഒരു ഘടോഘടജൻ. ഓക്കെ, അതെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒരു ഷേപ്പാണ് എന്നെ ഇങ്ങനെ ഭയങ്കര ആകർഷകരാക്കിയത്. അതന്നെ അട്രാക്റ്റഡ് ആക്കി. ഈ സംഭവം സത്യം പറഞ്ഞ നാട്ടില് ഇറങ്ങിയിട്ടില്ല. ഇവിടെ കാനഡയിലെ പല അങ്ങും ഒക്കെ പല കോർണേഴ്സിലും ഇതൊക്കെ ഇറങ്ങി തുടങ്ങിയപ്പോഴത്തേനും ഫസ്റ്റ് ഞാൻ ചിന്തിച്ചത് ഇതെന്ത് ഷേപ്പാ, അപ്പൊ ഇങ്ങനത്തെ ഒരു സാധനം ഇവരെങ്ങനെ തോന്നി ഇങ്ങനെ ഒരു ഷേപ്പ് ഇറക്കാൻ. അതാണ് എലോൺ മസ്ക്. നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത് അങ്ങേര് അല്ല, നമ്മൾ ചിന്തിച്ച് തീരുന്നിടത്ത് അങ്ങേര് ചിന്തിച്ചു തുടങ്ങും. അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇത് ഒരു അസാധ്യ വാഹനമാണ്. എന്ന് വെച്ചാൽ ഇവന്റെ നീളം കാര്യങ്ങളൊക്കെ വെളിയിൽ നിന്ന് കാണിക്കാം, അകത്തത്തെ ഫീച്ചേഴ്സ് ഒക്കെ കാണിക്കാം. അപ്പോ ഇവനാണ് വാഹനം. നമുക്കിതിനെ കസ്റ്റമൈസ് ചെയ്ത് ഈ വീഡിയോയിൽ കസ്റ്റമൈസ് ചെയ്യാം. ഇതൊരു 18.5 ഇഞ്ച് സ്ക്രീനാണ്. ഇതിലാണ് ഇതിന്റെ കംപ്ലീറ്റ് സിസ്റ്റം ഇരിക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് വേറെ ഗിയറോ കുന്തം കുറച്ചോ ഒന്നുമില്ല. ഇലക്ട്രിക് ആണ്. ഒരു 530 to 600 കിലോമീറ്റർ റേഞ്ച് ഒറ്റ ചാർജിൽ കിട്ടും. ഈ കാണുന്നതിനെ തുടങ്ങാം. എന്നെ ഏറ്റവും ആകർഷ്ടമാക്കിയ ഈ ഒരു വസ്തുവാണ്. ഇതാണ് ഇതിന്റെ ഹൈറ്റ് ചേഞ്ചിങ്. നമുക്ക് ഈ വണ്ടി ഇപ്പൊ ഏറ്റവും മാക്സിമം ഹൈറ്റിലേക്കാണ്. ഇത് ലോയിലേക്കാകുമ്പോഴത്തേനും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഈ വണ്ടി താഴേക്ക് താഴും. ഓക്കെ, നമ്മുടെ ഹൈറ്റ് അനുസരിച്ച് അത് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. വീണ്ടും ഉയർത്താനാണെങ്കിൽ വെളിയിറങ്ങി കാണിക്കാം. ഈ വണ്ടി ഇങ്ങനെ തന്നെ ഉയർന്ന് പൊങ്ങും. ഇതിന്റെ ഹൈറ്റ് കൂടും. അതൊരു മെയിൻ സംഭവമാണ്. പിന്നെ അല്ലാതെ പറയുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഇതിലാണ് ഇതിന്റെ കൺട്രോൾ. പിന്നെ നമ്മുടെ ഫോണിൽ ആപ്പാണ്, അതിപ്പോ യൂഷ്വൽ എല്ലാത്തിലും ഉണ്ട്. പിന്നെ 6 അടി നീളമാണ് ഇതിന്റെ ട്രങ്കിനുള്ളത്. ഓക്കെ, ഈ വരുന്ന ട്രങ്ക് ഒരാൾക്ക് സുഖമായി കിടക്കാം. അതിന്റെ വീതി എന്ന് പറഞ്ഞാൽ 4 അടി മേലെ അടുത്ത് വീതിയുണ്ട്. അതായത് നമ്മുടെ ഒരു ഡബിൾ ബെഡ് ഇട്ട് കിടക്കാൻ പറ്റുന്ന, 2 പേർക്ക് സുഖമായി കിടക്കാൻ പറ്റുന്ന ട്രങ്കാണ്. അത് ഓപ്പൺ ചെയ്യാൻ അതിന്റെ മേലത്തെ ഒരു കവറിംഗ് വരുന്ന അതൊരു 300 ടൺ ഭാരശേഷി വഹിക്കാനുള്ള ഒരു ഇരുമ്പിന്റെ ഒരു ഇതാണ് വരുന്നത്. അങ്ങനെ ഇതെന്ന് പറഞ്ഞാൽ ഒരു പവർഫുൾ ഒരു റോബസ്റ്റ് ലുക്ക് തന്നെ ഉണ്ട്. അതിനനുസരിച്ച് അതിന്റെ ഹെവി വർക്കുകളാണ്. പിന്നെ ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ വാഹനം മേടിക്കുന്നവർ, ഇത് ഓടിക്കാൻ പോകുന്നവർ ഈ ഒരു സാധനം ഇതിന്റെ സ്റ്റിയറിംഗ് നമ്മൾ മറ്റേ വണ്ടിയുടെ തിരിക്കുന്ന പോലെ തിരിക്കല്. കാര്യം അതിന്റെ റേഡിയസ് കവർ ചെയ്യാൻ വേണ്ടി റേഡിയസ് കവർ ചെയ്യാൻ വേണ്ടി ഇത് വളരെ അതിന്റെ റേഡിയസ് കൂട്ടിയാണ് ഇട്ടേക്കുന്നത്. 4 വീൽ സ്റ്റിയറിംഗ് കൺട്രോളാണ്. അതായത് നമ്മൾ ചെറുതായിട്ട് തിരിച്ചാൽ തന്നെ വണ്ടി നല്ല രീതിയിൽ തിരിയും. മറ്റേത് ഒരുപാട് തിരിക്കരുത്. ഇതേ നമുക്ക് അനുഭവം പണ്ടുണ്ടായിരുന്നു. അവർക്ക് നമ്മൾ പവർ സ്റ്റിയറിംഗ് ഒക്കെ വരുമ്പോൾ പണ്ട് പറയാൻ ഡ്രൈവർമാരോടൊക്കെ പറയും, മറ്റേ പഴയ നോൺ പവർ സ്റ്റിയറിംഗ് അല്ലാത്ത വണ്ടി തിരിക്കരുത്, എല്ലാവരും വട്ട് വറക്കല്ല എന്ന് പറഞ്ഞാലാണ് ഇത് പെരിയോ നനക്കുകയാവും. പിന്നെ ഇതിന്റെ ടയർ നമ്മൾ ഇത് തിരിക്കുന്നതനുസരിച്ച് റൈറ്റിലോട്ട് തിരിക്കുകയാണെങ്കിൽ ഫ്രണ്ട് ടയർ 2 റൈറ്റിലോട്ട് തിരിയും, ബാക്കിലത്തെ ടയർ നേരെ ഓപ്പോസിറ്റ് തിരിയും. അതതിന്റെ ബാലൻസിംഗ് ഒക്കെ ലെവലാക്കാൻ വേണ്ടിയാണ്. അത്രയ്ക്ക് സേഫ്റ്റിയും സെക്യൂരിറ്റിയാണ് ഇവർ പറയുന്നത്. പിന്നെ അത് നമ്മൾ നല്ല സ്പീഡിൽ പോകുന്ന സമയത്താണെങ്കിൽ അത് ഒരേ ഡയറക്ഷനിൽ 4 ടയറും തിരിയും. അപ്പോൾ ഈ സ്റ്റിയറിംഗ് 4 ടയറിലും തിരിക്കാനാണ് ഉള്ളതാണ്. അതനുസരിച്ച് വേണം നമ്മൾ ഇത് ഹാൻഡിൽ ചെയ്യുമ്പോൾ. ഇനി എനിക്ക് കണ്ടിട്ട് എന്താ തോന്നിയെന്ന് അറിയാ, ഇത് ആകെ എംറ്റിയാണ്. ഇവിടെ ഒരു സാധനമില്ല. ഇതെന്താ ഇത്? ചുമ്മാ പരവതാനി പോലെ മൈതാനം പോലെ കെട്ടിയിട്ടൊക്കെയാണ്. ഇവിടെ ഞാൻ സത്യം പറഞ്ഞാല് ഇവിടുത്തെ ഈ ഒരു ഡാഷ്ബോർഡ് ഉണ്ടല്ലോ, ഗ്ലൗ ബോക്സ്, കാനഡയിൽ ഇതിന് ഗ്ലൗ ബോക്സ് എന്ന് പറയും. ഞാൻ ഡാഷ്ബോർഡ് എന്നാ പറയുന്നത്. ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതൊന്ന് തുറക്കാനായിട്ട് ഞാൻ കുറെ നേരമായിട്ട് ഇതിന്റെ
എനിക്ക് ടെസ്റ്റിലായിട്ട് കാര്യമായിട്ട് പരിചയമൊന്നുമില്ല. ഇതിന്റെ സ്ക്രീനിൽ നമ്മൾ ഈ വലിച്ചു തുറക്കുന്ന ഡോറൊന്നും അല്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേനും ഡോറ് തുറക്കും. എന്നിട്ട് അതേ ഒരു ബട്ടൺ ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചു ഈ ഗ്ലോ ബോക്സ് ഇറക്കാനായിട്ട്, എങ്ങും കാണാനില്ല. അതാണ് ഇതിവിടെ. പിന്നെയാണ് മനസ്സിലായത് എല്ലാ സാധനവും ഇതിന്റെ അകത്താണ്. ഈ ഗ്ലോ ബോക്സ് എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആയി വരുന്നത് കണ്ടോ? ഇത്രയുള്ള സംഭവം ഒന്ന് കാണിച്ചോളാം. അതോടെ പോയി വെളിയിലോട്ട് ഇത്രയുള്ള സംഭവം. പിന്നെ ഇത് കംപ്ലീറ്റ് ഇതിനകത്താണ് കൺട്രോൾ. ഇത് നോക്കിയാൽ അറിയാം. ഇതിന്റെ പുറകെ ടെയിൽ ഗേറ്റ് എന്ന് പറയുന്നത് ഈ ഭാഗം അത് ഓപ്പൺ ചെയ്യാനാണെങ്കിലും അതിന്റെ ഹൂഡ് ഓപ്പൺ ചെയ്യാനാണെങ്കിലും ഹൈറ്റ് ഡിഫറൻസ് എല്ലാം നമുക്ക് ഇതിൽ ഒറ്റ സംഭവത്തിൽ കൺട്രോൾ ചെയ്യാം. മിറർ ഫോൾഡിങ് കാര്യങ്ങളെല്ലാം. അപ്പോ പിന്നെ ഇതിനൊരു പ്രത്യേകത വേറെ എന്ന് വെച്ചാൽ ഇവൻ നിന്ന് ഡാൻസ് ചെയ്യും. അങ്ങനെ ഒരു സാധനമാണ്. നമുക്കത് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഷെഡ്യൂൾ കൊടുത്തിട്ട് നമ്മള് ഇതിന്റെ ഒരു ഡാൻസ് ലൈറ്റ്സിനകത്ത് ഈ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് തന്നെ മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് അതിങ്ങനെ മേലേം താഴെയൊക്കെ പൊങ്ങി ഒരു ഡാൻസ് ഒക്കെ കളിച്ച് നമ്മളെ രണ്ട് സൈഡ് ഇങ്ങനെ മിന്നി അടിച്ച് ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ട് നമ്മളെ ആനന്ദിപ്പിക്കും. ഒരു എന്റർടൈൻമെന്റ്. അതതിന്റെ വേറെ ഭാഗം. ഇനി വേറെ സംഭവം ഉണ്ട്, ഓട്ടോ പൈലറ്റ്. അയ്യോ, അതൊരു കിടുക്ക് സാധനം. ഞങ്ങൾ ഈ വണ്ടി എടുക്കുമ്പോഴത്തേനും അതിന്റെ ഒരു വീഡിയോ, അതിന്റെ ഒരു സെക്ഷൻ കാണിച്ചു തരാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ വണ്ടിയുടെ പ്രേതമുണ്ടോ, വണ്ടിയുടെ സ്റ്റിയറിംഗ് ഒക്കെ ഇങ്ങനെ തിരിയുന്നു, വണ്ടി തന്നെ ബ്രേക്ക് പിടിക്കുന്നു, ഒന്നും അറിയണ്ട. മാപ്പിലെ ലൊക്കേഷൻ ഇട്ട് കൊടുത്താൽ മതി. എപ്പോഴും നമുക്ക് ആ ഓടിക്കുന്നതിന്റെ ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ. ഇന്നലെ ഇതുപോലെ ഞാനിത് ഓടിച്ച് ഓട്ടോ പൈലറ്റ് ഇട്ടു. നിയമപരമായ അല്ല, എന്നാൽ നമ്മൾ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ഓട്ടോ പൈലറ്റ് ഇട്ടപ്പോൾ ഒരു ചെറിയ ഒരു ഡിവൈഡർ പോലും വന്നപ്പോൾ എനിക്ക് ഇത് പുതിയതായിട്ട് വെച്ചാൽ അപ്പൊ എനിക്കൊരു സംശയം, ഇത് കണ്ടുപിടിക്കുന്നുണ്ടോ, ഇത് പഴയ മാപ്പാണോ ഫോളോ ചെയ്യുന്നത്? പിന്നെ മാപ്പിനകത്ത് നമ്മൾ ഇട്ട് കൊടുത്താൽ പൊക്കോളും. ക്യാമറയാണ്, 360 ഡിഗ്രി ക്യാമറയാണ്. ഇതിന്റെ 4 സൈഡിലും ക്യാമറകളുടെ ബഹളമാണ്. അപ്പൊ നമുക്ക് വെളിയിലേക്ക് വരാം. കാമോൺ. അപ്പൊ നമ്മൾ നമ്മുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇതിന്റെ ഒരു വ്യൂ ആദ്യം കാണിക്കാം. ഇവനൊരു അജാനുഭാഗുവാണ് കണ്ടോ. ഇതാണ് സംഭവം. അപ്പോൾ ഇതിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഇതാണ്. ഇതിന്റെ ഈ ഒരു എഡ്ജിങ് പോകുന്നത് അങ്ങ് എൻഡ് വരെ ഇങ്ങനെ ഒരു എഡ്ജിങ് ആണ്. നല്ല ഭംഗിയുള്ള ഡിസൈൻ. ഫ്രണ്ടിൽ ഇതാണ്. ഇത് ആക്ച്വലി ഇതിന്റെ ഹെഡ് ലാമ്പ് അല്ല. ഓക്കെ, ഇതിന്റെ ഹെഡ് ലാമ്പ് വന്നിട്ട് ഇതിന്റെ അടിയിൽ ഈ ഭാഗത്താണ്. ഇതാണ്. അപ്പോൾ പലരും വിചാരിക്കുന്നത് ഇതാണ് ഹെഡ് ലാമ്പ് എന്നാണ്. അല്ല, ഇതിന്റെ അടിയിൽ ഈ ഭാഗത്തായിട്ടാണ് ഹെഡ് ലാമ്പ് വരുന്നത്. അപ്പോൾ അതിന്റെ ഒരു ന്യൂനത എന്ന് പറയുന്നത് ചിലതൊക്കെ പറയുന്നുണ്ട്, ഇവിടുത്തെ ഐസൊക്കെ വന്ന് ഇവിടെ അടിഞ്ഞിട്ട് ഹെഡ് ലാമ്പ് കവേർഡ് ആവുന്നു. പിന്നെ അത് ഡിഫ്രോസ്റ്റ് ചെയ്തെടുത്താലേ കാണുന്നുള്ളൂ. അങ്ങനെ പറയുന്നുണ്ട്. അവരത് റെക്ടിഫൈ ചെയ്ത് അത് മാറ്റും. പിന്നെ നമ്മൾ ഹൈറ്റ് കൂടുന്ന പറഞ്ഞു വെച്ചാൽ ഇതാണ്. ഈ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും വണ്ടിക്ക് ഇരുന്നുകൊണ്ട് അകത്തിരുന്നുകൊണ്ട് തന്നെ സാധിക്കും. കണ്ടോ, ഇത് ഞാൻ നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഹൈറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കുക. കണ്ടോ, ഈ ഒരു ടയറിൻ്റെ ഇവിടെ നോക്കുമ്പോൾ എൻ്റെ ഈ ഒരു ഹൈറ്റിലാണ് ടയർ ഇരിക്കുന്നത്. പിന്നെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ബട്ടൺ കണ്ടോ, ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവും. ഇതാണ് ഞാൻ പറഞ്ഞ 6 അടി നീളമുള്ള ട്രങ്ക്. ഓക്കെ, ഇത് ഇതിൽ തന്നെ ക്ലോസ് ആവും. പിന്നെ ഈ ടെയിൽ ഗേറ്റ് ഓപ്പൺ ആക്കാനായിട്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇത് ഇത്രയും ഹെവി സാധനമാണെങ്കിൽ പോലും നമുക്കിത് അടയ്ക്കാനായിട്ട് ജസ്റ്റ് ഒരു വിരലും കൊണ്ട് ഇങ്ങനെ ഒന്ന് കിളത്തി കൊടുത്ത് വിട്ടാൽ മതി. മനസ്സിലായോ? അത്ര നൂതനമായ പരിപാടികളാണ്. നമുക്കിത് അടച്ചേക്കാം. ക്ലോസായി. 300 പൗണ്ട് വരെ താങ്ങാൻ ശേഷിയുള്ള ഒരു ഹെവി സാധനമാണ് ഇതിൽ പിടിച്ചത്. കയറി കിടന്നാൽ രണ്ടുപേരും നിന്നാലോ ഒന്നും ഇതൊന്നും അറിയത്ത് പോലുമില്ല. ഓക്കെ, ഇതാണ് ഇതിന്റെ ബാക്ക്. ഇവിടെ ഒരു ക്യാമറയുടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ചുറ്റുമുള്ളൊരു വ്യൂ. സംഭവം അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഇതിന്റെ അകത്തേക്ക് കയറാം. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ ഇത് ഓപ്പൺ ആവും. ഇവിടെ ഒരു ക്യാമറയുണ്ട്. നമ്മുടെ കയ്യിലൊരു കാർഡുണ്ട്. ഈ കാർഡ് കാണിക്കുക. ഈ ഒരു കാർഡ് ഇവിടെ വെക്കുമ്പോൾ ഇത് ലോക്കാവുന്നു, തുറക്കുന്നു. അവിടെ ഒരു ക്യാമറയാണ്. അപ്പോൾ ഇതിന്റെ ചുറ്റുപാട് ക്യാമറ എടുത്താ. ഇവിടെയൊക്കെ ക്യാമറയാണ് കണ്ടോ. പിന്നെ ബാക്കിൽ നിന്നുള്ളൊരു വ്യൂ. ബാക്കിലത്തെ എന്ന് പറയുന്ന പ്രത്യേക കാര്യമുണ്ട്. ഹെവി ഫീൽ ലുക്കും ആണ് സാധനം. കണ്ടോ എന്തോരം വീതി നീളമാണ് ഇവനെന്ന്. നമ്മൾ ഉദ്ദേശിക്കുന്നൊരു സൈസ് അല്ല ഇവൻ. മാർക്കട ഇവിടെയാണ് ഈ സാധനം. നമ്മുടെ ഈ സീറ്റിൽ ഇപ്പോൾ ആളില്ലെങ്കിൽ, ഇപ്പോൾ രേഷ്മ ഫ്രണ്ടിൽ ഇരിക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ സീറ്റ് ആളില്ലെങ്കിൽ നമുക്ക് ഇതേ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സീറ്റ് മുന്നോട്ട് പോകും, പുറമോട്ട് പോവുക ചെയ്യും. ഇതിൻ്റെ ഹീറ്റർ കാര്യങ്ങളൊക്കെയാണ്, ഹീറ്റ് ചെയ്യാനായിട്ടൊക്കെയുള്ള ഹീറ്റർ സീറ്റ് ആക്കാനായിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ പിള്ളേർക്ക് നെറ്റ്ഫ്ലിക്സും കാര്യങ്ങളും. എങ്ങനെ ഉണ്ടായിരുന്നു ഇതിൻ്റെ
മാനിയാണ് അതിന്റെ മെയിൻ ഉപഭോക്താവ്. അപ്പൊ ഇവിടെ നമുക്ക് വീഡിയോ കാണാനൊക്കെ പിള്ളേരിന്ന് കണ്ട് സ്വൈര്യമായി ഇരുന്നോളും. മാനിക്കൊരു സംഭവം കാണിച്ചിട്ടുണ്ട്. മാനി ഇപ്പൊ കണ്ടുപിടിച്ച സാധനം. ഓക്കെ, അവൻ എന്തോ ഒരു സാധനം അവൻ സ്ക്രീനിലാണ് പണി കേട്ടോ. പച്ച മലയാളത്തിൽ ഇതിന് പേര് പറയുന്നില്ല ഞാൻ. അപ്പൊ സീറ്റിൽ ഇരിക്കുന്ന ആള് ഫ്ലോട്ട് ചെയ്തു എന്ന് ഒരു പ്രതീതി ഉണ്ടാക്കാൻ ഒരു വൃത്തികെട്ട ശബ്ദം അതായിരുന്നു നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെ അതിന്റെ ഒരു തമാശയുടെ ഭാഗമായിട്ടാണ്. നമുക്ക് ഈ പടത്തിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. നമ്പർ പ്ലേറ്റും പടവും ഒക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. അങ്ങനെ അടിപൊളി സംഭവങ്ങളാണ്. ഇതാണ് ഇതിന്റെ മേലെ എന്നുള്ള വ്യൂ. ഓക്കെ, അപ്പോ ഇത് എങ്ങനെ വാങ്ങിച്ചു എന്ന് നിങ്ങൾ ചോദ്യം വരും. ഒരു 1.25 കോടി രൂപ അടുത്ത് വിലയുണ്ട്. നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു $1,25,000 കാനഡ വിലയുണ്ട്. നോൺ റോഡ് അത് കൂടുതലാവും. അപ്പോ ഇത് വാങ്ങിച്ച നിസ്സാരം, നമ്മുടെ നിസ്സാര പൈസക്ക്. ഞാൻ പറയാം, ഇതൊന്നുമല്ല സംഭവം. ശരിക്കും ഞങ്ങൾ ഇങ്ങനെ ഒരു മോളില് കറങ്ങാൻ പോയപ്പോഴത്തേനും തെണ്ടിപ്പറക്കാൻ പോയപ്പോഴത്തേനും ഇതുപോലെ ടെസ്ലയുടെ ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയി കണ്ടിങ്ങനെ ആശ്ചര്യത്തോടെ നോക്കിയിരുന്നപ്പോഴത്തേനും അവരെ ഞങ്ങളുടെ ഡീറ്റെയിൽസ് മേടിച്ചു. ഒരു മലയാളി എന്ന നിലയ്ക്ക് ടെസ്റ്റ് ഡ്രൈവ് അല്ലെന്ന് ഞാൻ പറഞ്ഞു ഓക്കെ ടെസ്റ്റ് ഡ്രൈവ് റെഡി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 3 ആഴ്ചയായിട്ട് വരെ എല്ലാ വെള്ളിയാഴ്ച മണി സാർ നാളെ ശനിയാഴ്ചയാണ്, നാളെ ടെസ്റ്റ് ഡ്രൈവിന് വരുമല്ലോ. ഞാൻ മാറ്റി വെച്ച് അവസാനമായപ്പോഴത്തേനും അവര് പറഞ്ഞു ശരി നിങ്ങൾ വരണ്ട, ഞങ്ങൾ ഒരു ദിവസത്തേക്ക് നിങ്ങൾ ഈ വണ്ടി കൊണ്ടുവെക്കോ, എന്നിട്ട് യൂസ് ചെയ്ത് സാർ ഒന്ന് ഒരു ദിവസം വീട്ടിൽ കൊണ്ടുപോയി ഫാമിലിയൊക്കെ കയറ്റി. അപ്പൊ സാറിന് ഇഷ്ടപ്പെടും. ഞാൻ ഇഷ്ടപ്പെട്ടത് കൊടുക്കാൻ കാശ് വേണ്ടേ. അവസാനം ഞങ്ങൾ നമ്മളെ വണ്ടി കിട്ടുമെന്നാ എന്റെ ഡൗട്ട്. അവസാനം അവൻ എന്റെ എന്തെടുത്താലും ഇതിനുള്ള കിട്ടൂലെന്ന് അവനറിയാം. നീ വേണേ കൊടുത്താൽ പറ്റുമോ? ഈ ഒരു ദിവസത്തെ ട്രൈ ആണെങ്കിലും നമ്മുടെ ലൈഫ് ടൈം ചിലപ്പോ ഇതൊന്നും മേടിക്കാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷെ എന്നാലും ഇതൊന്ന് ട്രൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്ന ഒരു അവസരം ഭയങ്കരമാണ്. അത് കണ്ടവരൊക്കെ പറഞ്ഞതാണ്, ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കണ്ടവരൊക്കെ പറഞ്ഞതാണ്. ഈ ഒരു എക്സ്പീരിയൻസ്, ഈ ഒരു ഇത്രയും ടെക്നോളജിക്കലി സൗണ്ട് ആയിട്ടുള്ള ഈ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അതൊന്നും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തില്ല എന്ന് വെച്ചാൽ, കിട്ടിയൊരു അവസരം പാഴാക്കിന്ന് വെച്ചാൽ പിന്നെ നമ്മൾ പശ്ചാത്തപിക്കും. അതുകൊണ്ട് ഞങ്ങൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത്. ഹെവി വണ്ടിയാണ്, ഒന്നും പറയല്ല, ഹെവി വണ്ടി. ഇതാണ് നാളത്തെ കാർ. അതെ, ഇതാണ് ഫ്യൂച്ചർ. അപ്പൊ ഇതിന്റെ മൈലേജ് ഏതാണ്ടോ ഒരു 530 to 600 കിട്ടും. അപ്പോ അത്രയോടല്ലോ, വേറെ പറയല്ലോ. അപ്പൊ എല്ലാരും മേടിച്ചിട്ട് കമന്റ് ചെയ്യൂ, വീഡിയോ ഇടൂ. ഇത് വേണ്ടവർ പറയൂ. എങ്ങനെയൊക്കെ ടെസ്റ്റ് ഡ്രൈവ് നമ്മൾ അറേഞ്ച് ചെയ്ത് തരാം. ടെസ്റ്റ് ഡ്രൈവ്. അപ്പൊ ശരി, ഓക്കെ ചങ്ങായ്സ്, ബൈ ബൈ.